അസ്സലാമലൈക്കും. വെൽക്കം ടു ഉസ്കാർ ഹെന്ന. മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസാണ് ഈ ചാനലിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസായിട്ട് എങ്ങനെ ഒരു മെഹന്തി ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഇതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും കുറച്ചും കൂടെയൊക്കെ ഇൻട്രിക്കേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നമ്മളൊരു ഫ്ലോറൽ ഡിസൈനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ പേസിലൊക്കെ വെച്ച് പല വിധത്തിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് പല വിധത്തിൽ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലവർ വരച്ചിട്ട് അതിനൊരു ലീഫും അതേപോലെ അറബിക് ലീഫും വെച്ചിട്ട് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ സാധാരണ പേസിൽ വരച്ച് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് ആ പോർഷൻ ബാക്കി കൈത്തണ്ടയുടെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഡിസൈൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്ലവറും ലീവ്സും ഈ വരയ്ക്കുന്നതും നല്ല പെർഫെക്റ്റ് ആവണം. കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യണം, എന്നാലാണ് ആ ഒരു ഡിസൈനിൻ്റെ പെർഫെക്ഷനും ഭംഗിയും അതിന് കിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് ആ പേസിലൂടെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഇൻട്രിക്കേറ്റ് ഡിസൈൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അതായത് ചെറിയ ഡിസൈൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് റൗണ്ടോ ഇതേപോലെ സോൾസോ അല്ലെങ്കിൽ ഫ്രിൽസോ അങ്ങനെ എന്ത് ഡോട്ട്സോ നമ്മുടെ ഇഷ്ടമുള്ള എന്ത് ഫില്ലിങ് വേണമെങ്കിലും അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ കുറച്ച് തിക്കൻ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ഓക്കെയാണ്. ഇനി ബാക്കി നമ്മൾ ഫർദർ ഡിസൈൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഇങ്ങനെയാണ് നമുക്കൊരു സ്റ്റാർട്ടിങ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡിസൈൻ അറബിക്കിൽ ഓരോ ബഞ്ചായിട്ട് കുറച്ച് ഭാഗം വിട്ട് ചെയ്യാനും ഈ ഒരു ഡിസൈൻ നമുക്ക് യൂസ് ചെയ്യാം. കണ്ടിന്യൂസ് ചെയ്യാനും നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.